ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിലൊരാൾക്ക് ഇപ്പോൾ ശബ്ദമുയർത്തി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഒരു വെള്ളിയാഴ്ച കൂടെ ഈ വചന കൂടാരത്തിൻ്റെ തണലിൽ അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ തിരുവചനത്തിൻ്റെ തണലിൽ ചേർന്നിരിക്കാൻ നീ ഞങ്ങളെ കൂട്ടിവരുത്തിയതിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളവിടെ വന്നിരുന്നപ്പോൾ നീ ഞങ്ങളുടെ നടുവിൽ വന്നവനും നിൻ്റെ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ തൊട്ടവനും നിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചവനും നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ നിറച്ചവനും ഞങ്ങൾക്കാവശ്യം അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ചവനുമാകയാൽ ഹല്ലേലൂയ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും നീ വലിയവനായി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയവനായി, മാറത്ത പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടുകൾക്ക് സദൃശമായ പാദങ്ങളോടുകൂടിയവനായി നീ നിൻ്റെ ജനത്തിൻ്റെ നടുവിലൂടെ ഹല്ലേലൂയ നടകൊള്ളുന്നതിനാൽ സ്തോത്രം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ ഒന്ന് കാണാൻ, നിൻ്റെ കരത്തിൻ്റെ സ്പർശനമൊന്ന് അനുഭവിപ്പാൻ, നിൻ്റെ ശബ്ദം കേട്ട് ഈ പകലിൽ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമെന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന വിശുദ്ധമായ തിരുവചനം നിൻ്റെ മക്കൾക്ക് വിഭാഗിച്ചു നൽകാൻ നിൻ്റെ കരങ്ങളിൽ കർത്താവ് വിശുദ്ധീകരിക്കണമേ. അരുതാത്ത ഒരു വാക്കും പറയാൻ ഇടയാകരുതേ. നിൻ്റെ വചനം കേവലം ഹല്ലേലൂയ കർത്താവെ വാക്കുകളായിട്ട് മാത്രമല്ല, അപ്പുറത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ വചനത്തോടു കൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ വ്യാപരിക്കുന്നത് അനുഭവിച്ചു മടങ്ങാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നവരെയെല്ലാം നീ വ്യക്തമായും വ്യക്തിപരമായും അറിയുന്നത് കൊണ്ട് സ്തോത്രം. ആരെയും വെറുതെ നീ മടക്കേക്കരുതേ കർത്താവേ. അടിയനെ ക്രൂശിൻ്റെ പുറകിൽ മറയ്ക്കണം. മഹത്വമെല്ലാം നീ തന്നെ എടുത്തുകൊള്ളണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗം. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒലിവുമലയുടെ നെറുകയിൽ നടന്ന വികാര നിർഭരമായ ഒരു വേർപിരിയലിൻ്റെ വിവരണമാണ് വിശുദ്ധ ലൂക്കോസ് ഈ വേദഭാഗത്ത് നൽകുന്നത്. ഞാൻ ആ സന്ദർഭം അധികം വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ക്രൂശീകരണത്തിലൂടെ ഒരിക്കൽ തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ശിഷ്യർ കരുതിയ അവരുടെ ഗുരുവും നാഥനുമായ കർത്താവിനെ പുനരുത്ഥാനത്തിലൂടെ തിരികെ ലഭിച്ചപ്പോൾ ഇവർക്ക് പുത്തൻ ആവേശം കൈവന്നു. ഉദ്ധിതനായ യേശു കർത്താവിൻ്റെ അനുഗ്രഹീതമായ പല പ്രത്യക്ഷതകൾ ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായി. ഒടുവിൽ താൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ 40-ാമത്തെ ദിവസം തൻ്റെ പ്രിയ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടി അവൻ ഒലിവുമലയുടെ നെറുകയിലേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവുകൾ നാം ശ്രദ്ധിച്ചാൽ കർത്താവും ശിഷ്യന്മാരും ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് 1-ലധികം പ്രാവശ്യം ഒന്നിച്ച് സമ്മേളിച്ചിട്ടുണ്ട്. ക്രൂശീകരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പും അവർ ഒരുമിച്ച് അവിടെ കൂടി പിരിഞ്ഞതിൻ്റെ ഓർമ്മകൾ ഒരുപക്ഷെ ഈ ശിഷ്യരുടെ മനസ്സിൽ ഉണ്ടാകാം. എപ്പോഴെല്ലാം അവർ ഒരുമിച്ച് അവിടെ കൂടി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് അവരുടെ മധ്യത്തിലിരുന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹീതമായ മർമ്മങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ച് നൽകിയിട്ടുണ്ട്.
ഒരുപക്ഷെ ഇപ്പോഴും ഇതും അത്തരത്തിലുള്ള ഒരു കുടിവരവായി മാത്രമേ ശിഷ്യന്മാർ കരുതിയിരിക്കാൻ ഇടയുള്ളൂ. അവരുടെ നടുവിലിരുന്ന് കർത്താവ് അവരോട് സംഭാഷിക്കുകയാണ്. നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും എന്നിങ്ങനെ കർത്താവ് തൻ്റെ തിരുഹൃദയം തുറന്ന് തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ നടുവിലിരുന്ന് സംഭാഷിച്ചു കൊണ്ടിരിക്കവേ പൊടുന്നനവേ ഈ ശിഷ്യരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് അവരുടെ നടുവിൽ നിന്ന് മെല്ലെ ഉയർന്ന് എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം. മരണം മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ താൽക്കാലികമായ വിയോഗം പോലും നമ്മിൽ ദുഃഖമുളവാക്കും, നഷ്ടബോധം ഉളവാക്കും. പ്രിയപ്പെട്ടവരെ യാത്രയാക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമൊക്കെയായി വിമാനത്താവളങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോകേണ്ടി വന്നിട്ടുള്ളവരാണ് നാമെല്ലാം. സ്വീകരിക്കാൻ പോകുന്നവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ സന്തോഷത്തോടും ഉല്ലാസത്തോടും ആനന്ദത്തോടും മടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ യാത്രയേക്കാൻ പോകുന്നവർ നിറമിഴികളോടെ, വേദനയോടെ, നഷ്ടബോധത്തോടെയാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് മടങ്ങിപ്പോരാറുള്ളത്. വേർപാട് എല്ലായ്പ്പോഴും വേദനാജനകമാണ്. ഇവിടെ തങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ ഗുരുവും നാഥനുമായവൻ സ്വർഗാരോഹണത്താൽ തങ്ങളെ പിരിഞ്ഞ് അങ്ങ് ഉയരെ മേഘപാളികൾക്കപ്പുറത്ത് പോയി മറയുമ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ പാതയെ നോക്കി നിറമിഴികളോടെ, നിർനിമേഷതയോടെ, നഷ്ടബോധത്തോടെ ആ മലയുടെ നെറുകയിൽ നിലകൊണ്ട ശിഷ്യന്മാർ അവിടെ നിന്ന് എങ്ങനെയാണ് മടങ്ങിപ്പോയത് എന്നവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന വേദഭാഗം ഇങ്ങനെയാണ്: അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. വിത്ത് ഗ്രേറ്റ് ജോയ് they went back. മഹാസന്തോഷത്തോടെ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥനയും അത് മാത്രമാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ മനസ്സുമായി ദൈവസന്നിധിയിൽ, വേദനകളുമായി, സങ്കടങ്ങളുമായി, ഒരുപക്ഷെ ദൈവദാസനോട് ഒന്ന് ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത ജീവിതത്തിൻ്റെ വിങ്ങലുകളുമായി ഇന്ന് രാവിലെ ഹല്ലേലൂയ സെൻ്ററിൽ വചനത്തോട് ചേർന്നിരിക്കുന്ന ദൈവമക്കൾ, ശിഷ്യർ അന്ന് മടങ്ങിയതുപോലെ മഹാസന്തോഷത്തോടെ മടങ്ങാൻ ദൈവമേ നീ സഹായിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് അവർ മഹാസന്തോഷത്തോടെ മടങ്ങി എന്ന് മാത്രമല്ല, തുടർന്ന് ഈ ശിഷ്യരുടെ ജീവിത മേഖലകൾ, അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ ഒക്കെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതത്തിൻ്റെ എല്ലാ വൈതരണികളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും, അവർ ഏറ്റെടുക്കേണ്ടി വന്ന എല്ലാ വിപരീത അനുഭവങ്ങളുടെയും നടുവിൽ അവയൊക്കെ അവർ ഈ മഹാസന്തോഷത്തോടെ തന്നെ നേരിട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മാത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കർത്താവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് അവനെ സ്നേഹിച്ചു സേവിച്ചു ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർ അവരുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ
കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഏൽക്കേണ്ടി വന്ന നിന്ദകളുടെയും അപമാനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും അതിനപ്പുറത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ മുമ്പിൽ മഹാസന്തോഷത്തോടെ ഈ ജീവിതാനുഭവങ്ങളെ അവർ നേരിട്ടതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്മർണയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധനായ പോളികാർപ്പ് എന്ന സഭാപിതാവ് 86 വയസ്സ് പ്രായമുള്ള വയോധികനായ ഈ ദൈവഭൃത്യനെ റോമൻ ഭരണകൂടം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു എന്നുള്ള കാരണത്താൽ വധിക്കുവാനായി ബന്ധിച്ച് ഒടുവിൽ അദ്ദേഹത്തോട് അലിവ് തോന്നിയ പട്ടാള ഉദ്യോഗസ്ഥർ പോളികാർപ്പിൻ്റെ മുമ്പിൽ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങ് വളരെ വയോധികനാണ്, ഞങ്ങൾക്ക് അങ്ങയോട് ബഹുമാനമുണ്ട്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഞാൻ തള്ളിപ്പറയുന്നു, സീസറിനെ അഭയം ചൊല്ലുന്നു എന്നൊരു വാക്കു പറഞ്ഞാൽ വിട്ടയച്ചേക്കാം, സ്വതന്ത്രനായി പോയി ജീവിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ വന്നിയ വയോധികനായ വിശുദ്ധനായ ദൈവഭൃത്യൻ പോളികാർപ്പ് പറഞ്ഞത്, 86 വയസ്സ് പ്രായമുണ്ടെനിക്ക്, ഇതുവരെ എൻ്റെ പ്രിയൻ എന്നോട് ദോഷമൊന്നും ചെയ്തിട്ടില്ല. അവനെ തള്ളിപ്പറഞ്ഞ് കുറച്ചു ദിവസം കൂടെ ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവൻ്റെ നാമം ഏറ്റുപറഞ്ഞ് ഈ അഗ്നിയിൽ ചുട്ടരിക്കപ്പെടാൻ എൻ്റെ ഉള്ളത്തിൽ കൊതിയുണ്ട് എന്ന് പറഞ്ഞ് മഹാസന്തോഷത്തോടെ സ്വന്തം ശരീരത്തെ അഗ്നി കേൾപ്പിച്ചു കൊടുത്ത പോളികാർപ്പിനെ പോലെയുള്ള എത്ര വിശുദ്ധരുടെ ചരിത്രം ഈ പുതിയ നിയമസഭയുടെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തങ്ക ലിപികളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മഹാസന്തോഷത്തോടെ അവർ മടങ്ങി. എന്താണ് ഇവരുടെ മഹാസന്തോഷത്തിൻ്റെ കാരണം? ഇന്ന് പകലിൽ അന്ന് ഒലിവുമലയുടെ നെറുകയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർക്കും ആദിമ വിശ്വാസികൾക്കും കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ വീരരായ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിലും മഹാസന്തോഷം പകർന്നു നൽകിയ 3 ആത്മിക സന്ദേശങ്ങൾ ഇന്ന് പകലിൽ വളരെ വേഗത്തിൽ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 സന്ദേശങ്ങൾ നാം ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നാണ്. ആരും നോക്കണ്ട, ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് 25 അധ്യായം ഇല്ല. ഓരോരുത്തരല്ല, മിക്കവാറും എല്ലാവരും തപ്പി. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് 25 അല്ല, അതിലേറെ അധ്യായങ്ങളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 25-ാം അധ്യായം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന ചരിത്രം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയ അതേ ഡോക്ടർ ലൂക്കോസ് പുനരുത്ഥാന അനന്തരമുള്ള യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പറയുകയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 25-ാം അധ്യായം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അന്ന് ശിഷ്യന്മാർക്കും തുടർന്ന് വിശ്വാസ സമൂഹത്തിനും അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിൽ, വിപരീത അനുഭവങ്ങളിൽ മഹാസന്തോഷം പകർന്നു നൽകിയ, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന
വിങ്ങുന്ന ഏതൊരു മനസ്സിനും മഹാസന്തോഷം നൽകാൻ പര്യാപ്തമായിട്ടുള്ള 3 സന്ദേശങ്ങൾ നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. നമുക്ക് ആ അധ്യായം ഒന്ന് തുറന്നു വെക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം. മഹാസന്തോഷത്തിൻ്റെ 1-ാമത്തെ സന്ദേശം. ദയവായി ആ അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ നിങ്ങളുടെ ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അന്ന് ശിഷ്യന്മാർക്കും തുടർന്ന് വിശ്വാസ സമൂഹത്തിനും അവരുടെ ജീവിതത്തിൻ്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിൽ, കണ്ണുനീരനുഭവങ്ങളിൽ മഹാസന്തോഷം പകർന്നു നൽകിയ ആദ്യ സന്ദേശം അത് തന്നെയാണ്. ജീസസ് ഈസ് ലിവിങ്. യേശു കർത്താവ് ജീവിക്കുന്നു എന്നുള്ള സദ്വാർത്തയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഉള്ളത്തിൽ മഹാസന്തോഷം അരുളുന്ന വചനത്തിൻ്റെ സദ്വാർത്തയാണ് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ എത്രയോ മഹാത്മാക്കൾ ജനിക്കുകയും ജീവിക്കുകയും പിന്നെ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ജീവിച്ചു മരിച്ച എല്ലാവരുടെയും ശവകുടീരങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ മഹാത്മാക്കളുടെയും സകല ശവകുടീരങ്ങളും അടഞ്ഞതായി തന്നെ ഇവിടെ അവശേഷിച്ചിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ മധ്യസ്ഥാനമായ പാലസ്തീനിൽ തുറന്ന ഒഴിഞ്ഞ ഒരു കല്ലറയുണ്ട്. ആ കല്ലറ എൻ്റെ അരുമനാഥനെ സംസ്കരിച്ച അരിമത്തിയിലെ ജോസഫിൻ്റെ തോട്ടത്തിലെ കല്ലറയാണ്. ആ കല്ലറ ഉറക്കെ പറയുന്നു, അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ലോകപ്രസിദ്ധനായ നാസ്തികനായിരുന്നു സർ വോൾട്ടയർ. ദൈവം ഇല്ല എന്നും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനല്ല എന്നും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഈ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഈ വലിയ മനുഷ്യനെ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രാൻസ് എന്ന രാജ്യമാണ്. ഫ്രാൻസിൻ്റെ സംഭാവനയാണ് സർ വോൾട്ടയർ. ഇദ്ദേഹത്തെക്കുറിച്ച് ആ രാജ്യം വളരെ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കൽ സർ വോൾട്ടയർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഫ്രാൻസുകാർ അതീവ ദുഃഖത്തിലായി. ദേശീയ ബഹുമതികളോടെ ആ വലിയ മനുഷ്യൻ മൃതശരീരം അവർ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ ഇന്ന് ഫ്രാൻസ് പല കാര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ ഒരു പ്രധാനപ്പെട്ട തെരുവ് തന്നെ സർ വോൾട്ടയർ സ്ട്രീറ്റ് എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ വോൾട്ടയറെ സംസ്കരിച്ചിരിക്കുന്ന ആ കല്ലറയുടെ മുകളിൽ പിന്നീട് അവർ സ്ഥാപിച്ച ഒരു ഫലകത്തിൻ്റെ മേൽ ഫ്രാൻസുകാർ വേദനയോടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ ലേയ്സ് ഓൾ ദ ഗ്ലോറി ഓഫ് ഫ്രാൻസ്. ഹിയർ ലേയ്സ് ഓൾ ദ ഗ്ലോറി ഓഫ് ഫ്രാൻസ്. ഇവിടെ ഈ കല്ലറയ്ക്കുള്ളിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഫ്രാൻസിൻ്റെ സകല മഹത്വവും ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നു. എന്നാൽ വിശുദ്ധ നാട്ടിൽ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുള്ളവർക്ക്
അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ശിലാഫലകത്തിൻ്റെ മേൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. He is not here, he has risen. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ കൂടാരത്തിൻ്റെ തണലിൽ വചനത്തോട് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നീ അണിചേർന്നിരിക്കുന്നത് മരിച്ചവസാനിച്ച ഒരു നേതാവിൻ്റെ പിന്നിലല്ല, മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച ഉത്ഥാനം ചെയ്തു ജീവിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായവന്റെ പിന്നിലാണ് നീ ചേർന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ഡോക്ടർ വാറൻ ഡബ്ല്യു വേഴ്സ്ബി എന്ന ലോകപ്രസിദ്ധനായ ദൈവഭൃത്യൻ. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾക്കും ഭാഷ്യം വ്യാഖ്യാനം ചമച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വാചകം തന്നെ വളരെ ആവേശകരമാണ്. ഡോക്ടർ വേഴ്സ്ബി യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ ആ വാചകം ഇങ്ങനെയാണ്: ദ നെക്സ്റ്റ് ചാപ്റ്റർ ആഫ്റ്റർ ദ ലാസ്റ്റ് ചാപ്റ്റർ. ദ നെക്സ്റ്റ് ചാപ്റ്റർ ആഫ്റ്റർ ദ ലാസ്റ്റ് ചാപ്റ്റർ. എന്താ അർത്ഥം? അവസാനത്തെ അധ്യായത്തിൻ്റെ അടുത്ത അധ്യായം. എന്താ അവസാനത്തെ അധ്യായം? ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള സകല ജീവചരിത്ര പുസ്തകങ്ങളുടെയും അവസാന അധ്യായം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചും ശവസംസ്കാരത്തെക്കുറിച്ചും പറയുന്ന അധ്യായമാണ്. ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി അദ്ദേഹം അന്തരിച്ചു, ശവസംസ്കാരം നടത്തപ്പെട്ടു എന്ന് പറഞ്ഞ് സകല ജീവചരിത്ര പുസ്തകങ്ങളും അവസാനിപ്പിക്കുമ്പോൾ മരണത്തിനപ്പുറത്ത്, ശവമടക്കത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് പുനരുത്ഥാനത്തിൻ്റെ പുത്തൻ അധ്യായം എഴുതി ചേർത്തവനാണ് എൻ്റെ കർത്താവ്. ഇന്ന് പകലിൽ ഈ വേദിയിൽ വചനം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ തന്നെ എഴുതി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ചില അവസാന അധ്യായങ്ങൾക്കപ്പുറത്ത് ഇനി വിടുതലില്ല, ഇനി സൗഖ്യമില്ല, ഇനി മറുപടിയില്ല, ഇനി പ്രതീക്ഷയില്ല, ഇനി സാധ്യതയില്ല. ഇങ്ങനെ നാം തന്നെ എഴുതി വച്ചിരിക്കുന്ന ചില അവസാന അധ്യായങ്ങൾക്കപ്പുറത്ത് പ്രതീക്ഷയുടെ, വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ പുത്തൻ അധ്യായം തുറക്കാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല കാര്യങ്ങൾ പറയാൻ എനിക്ക് ആശയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനന്തമായ സാധ്യതകളെ പുനരുത്ഥാനം നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന അളവില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഞാനിന്ന് പകൽ അവയിലേക്കെല്ലാം കടന്നു പോകാൻ സമയത്തിൻ്റെ പരിമിതിയിൽ ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് തുറക്കപ്പെട്ട ചില അനുഗ്രഹങ്ങൾ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്യം. യേശുവിനെ കർത്താവെന്ന് ആ വാക്യം എടുത്തു തന്നെ ഒന്ന് ശബ്ദമുയർത്തി വായിച്ചു. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, കണ്ണ് തുറന്ന് കാണണം, ഹൃദയം തുറന്ന് ഗ്രഹിക്കണം. രക്ഷിക്കപ്പെടാൻ ഒരു വഴി അല്ലാതെ 1.5 വഴിയില്ല.
ആ വഴി യേശുവിനെ കർത്താവെന്ന് ഹൃദയം ആ നാവുകൊണ്ട് ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഈ ഇരിപ്പിടത്തിൽ സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നതുപോലെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുകയില്ല. ഈ വിശ്വാസം കൊണ്ട്, ഏറ്റുപറച്ചിൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വെറും ഒരത്ഭുതമല്ല, മഹാത്ഭുതമാണ് എന്ന് വചനം നമ്മോട് പറയുകയാണ്. എന്താ മഹാത്ഭുതം? നാം രക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് രക്ഷ? ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തല്ല രക്ഷ എന്ന് ഒന്ന് രണ്ട് കാര്യം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ആ ഭാഗത്തു നിന്ന് മാറാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് ലഭിച്ച രോഗസൗഖ്യം നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി അല്ല. മകളുടെ വിവാഹം നടന്നു എന്നുള്ളത് നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉറപ്പല്ല. മകന് കാനഡയ്ക്ക് വിസ കിട്ടി എന്നതും നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉറപ്പല്ല. എന്താണ് രക്ഷ എന്ന് കൃത്യമായി പൗലോസ് ശ്ലീഹ പറയുകയാണ്. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ ആരാധനയുടെ നടുവിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും ഞാനൊന്ന് ചോദിക്കട്ടെ. നെഞ്ചിൻ്റെ മുകളിൽ കൈവച്ച് ഹല്ലേലൂയ, യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനും എൻ്റെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണ് ഞാൻ എന്നുറപ്പുള്ള ദൈവമക്കൾക്ക്, ആ ഉറപ്പുള്ളവർക്ക് മാത്രം അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ കുറഞ്ഞതൊന്നും രക്ഷയല്ല, ഇതിനേക്കാൾ വലുതും രക്ഷയല്ല. പത്രോസ് ശ്ലീഹ പറഞ്ഞു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, രക്ഷയ്ക്ക് മറ്റൊരു മാർഗവുമില്ല, രക്ഷയ്ക്ക് മറ്റ് യാതൊരു വഴിയുമില്ല. യേശുവാണ് രക്ഷ, അവൻ മാത്രമാണ് രക്ഷ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് രക്ഷയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്ന് ഇട്ടിരിക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. റോമാലേഖനത്തിൽ തന്നെ മറ്റൊരു വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പൗലോസിൻ്റെ ആ പറയുന്ന വാക്യത്തിലെ ഒരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എന്തോ ചെയ്യുന്നെന്നാ?
ഇരിക്കയും, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കയും. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത്, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതാ എന്താ എന്നെ ഇത്ര സന്തോഷിപ്പിക്കാൻ കാരണം എന്നല്ലേ? പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ക്രമങ്ങളും അതിൻ്റെ രീതികളും സംവിധാനങ്ങളും ഒക്കെ നാം ശ്രദ്ധിച്ചാൽ, പഴയ നിയമ ദൈവാലയത്തിൽ പല ഉപകരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ കൽപ്പനകൾ ദൈവം നൽകിയിട്ടുണ്ട്. യാഗപീഠത്തെക്കുറിച്ചും താമ്രത്തൊട്ടിയെക്കുറിച്ചും കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ചും കവരവിളക്കിനെക്കുറിച്ചും നിയമപെട്ടകത്തെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും കിരൂബുകളെക്കുറിച്ചും ധൂപകലശത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായ കൽപ്പനകൾ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമ ആരാധന സംവിധാനങ്ങളിൽ ഒരിടത്തു പോലും ഒരു ഇരിപ്പിടത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ഓർക്കണം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരുടെ ആത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും അവരുടെ നടുവിൽ കടന്നു വരുന്ന വളരെ അനുഗ്രഹീതമായ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മഹാപാപ പരിഹാര ദിവസം. അന്ന് മാത്രമാണ് നിയമിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ളത്. അല്ലാത്ത സാധാരണ ദിവസങ്ങളിൽ മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാരും വന്നു നിൽക്കേണ്ടത് ഈ ആലയത്തിൻ്റെ മറ്റൊരു ഭാഗമായ വിശുദ്ധ സ്ഥലത്താണ്. നമുക്കറിയാം, പഴയ നിയമ ആലയത്തിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ആദ്യ ഭാഗം പ്രാകാരം എന്നാണ് പറയുന്നത്. അവിടെയാണ് യാഗപീഠം ഉള്ളത്. അതിന് തൊട്ടു മുമ്പിൽ താമ്രത്തൊട്ടിയുണ്ട്. അത് കടന്നപ്പുറത്തേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ സ്ഥലത്തേക്കാണ്. മഹാപാപ പരിഹാര ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാരും നിന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതും ഈ വിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്. എന്നാൽ ആണ്ടിലൊരിക്കൽ ഈ മഹാപാപ പരിഹാര ദിവസം ഇസ്രായേലിൻ്റെ നിയമിക്കപ്പെട്ട മഹാപുരോഹിതൻ മാത്രം അല്പസമയത്തേക്ക് ഏറ്റവും പ്രധാന സ്ഥലമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണം. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ന്യായപ്രമാണം നൽകിയിട്ടുണ്ട്. സാധാരണ താൻ ധരിക്കുന്ന മഹിത്വത്തിൻ്റെ അലങ്കാരത്തിൻ്റെ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കണം. അതിനു മുമ്പ് തൻ്റെ ശരീരം ആ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയിലെ ശുദ്ധജലത്തിൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. പഞ്ഞിനൂൽ വസ്ത്രം അണിഞ്ഞ ശേഷം പ്രാകാരത്തിൽ വെച്ചിട്ടുള്ള യാഗപീഠത്തിന്മേൽ ആദ്യമേ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും പിന്നീട് ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും 2 കാളകളെ മഹാപുരോഹിതൻ യാഗം കഴിക്കണം. ഈ യാഗമൃഗങ്ങളുടെ രക്തം തളികയിൽ ശേഖരിച്ച് വളരെ നടുക്കത്തോടും ഭയത്തോടും പ്രാർത്ഥനയോടും മുന്നോട്ട് നടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് കനത്ത തിരശ്ശീലക്കപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് താൻ പ്രവേശിക്കും. അവിടെ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും പ്രാകാരത്തിൽ അർപ്പിക്കപ്പെട്ട ഈ മൃഗങ്ങളുടെ യാഗരക്തം അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിൻ്റെ മേൽ തളിച്ച് തൻ്റെയും ജനങ്ങളുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം വരുത്തി തിരശ്ശീലക്കപ്പുറത്തിറങ്ങി നിന്ന് പുരോഹിത സമൂഹത്തെയും വിശ്വാസികളെയും ആശീർവദിക്കും. അങ്ങനെ അവർ ആ ആലയം വിട്ട് പിരിയും. എന്നാൽ ആ ദിവസത്തെ വളരെ തിരക്കേറിയ അധ്വാനം നിറഞ്ഞ ഈ ശുശ്രൂഷയ്ക്കിടയിൽ
അതിവിശുദ്ധ സ്ഥലത്തോ വിശുദ്ധ സ്ഥലത്തോ ഈ മഹാപുരോഹിതന് അല്പസമയം ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ ഒരിരിപ്പിടം അനുവദിച്ചിട്ടില്ല. ഇരിപ്പിടം അനുവദിക്കാഞ്ഞതിൻ്റെ കാരണം പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ ആ പൂർണ്ണതയും ആ ശുശ്രൂഷയുടെ അപര്യാപ്തതയുമാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, യേശുവിൻ്റെ ക്രൂശിലെ പരമയാഗം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ട നിവർത്തീകരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്ന് സ്വർഗത്തിലെ പിതാവ് ഇതാ ശരിവച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് വേണ്ടി സദാ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖന കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് ചെല്ലുക. അതുകൊണ്ട് എന്തുകൊണ്ട് ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ട് അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിപ്പാൻ കഴിയുന്നവനായതുകൊണ്ട്, ഹല്ലേലൂയ, നമ്മെ രക്ഷിപ്പാൻ അവൻ ശക്തനായതുകൊണ്ട് തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കലേക്ക് ചെല്ലുക. ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനാലയത്തിലേക്ക് വേദനകളുമായി, സങ്കടങ്ങളുമായി, ഭാരങ്ങളുമായി, ഒരുപക്ഷെ മറ്റാരോടും പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുമായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലേ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി സദാസമയം തുറന്നു കിടക്കുന്ന ഒരു കൃപാസനമുണ്ട്. അവിടെ നിനക്കൊരു മഹാപുരോഹിതനുണ്ട്. ഹല്ലേലൂയ, നിന്റെ കാര്യം തീർക്കുന്ന ഒരുവൻ അവിടെയുണ്ട്. നിനക്ക് വേണ്ടി പിതാവിനോട് അഭയാചന ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുകാരൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ഇന്ന് പകലിൽ ആരും ഇങ്ങോട്ട് ചുമന്നു കൊണ്ടുവന്ന ഭാരം ഇവിടെ നിന്ന് മടക്കി എടുത്തുകൊണ്ട് പോകരുത്. ഹല്ലേലൂയ, നിന്റെ ഏത് ഭാരവും ഏറ്റുവാങ്ങാൻ, നിന്റെ ഏത് നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ, ഹല്ലേലൂയ, നിന്റെ ബലഹീനതകൾ നിന്നോട് സഹതപിക്കാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവിടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഈ ലോകത്തിൻ്റെ മേൽ ഇനി വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഉറപ്പ് ദൈവം ലോകത്തിന് നൽകിയിരിക്കുന്നു.
ഈ ലോകത്തിന് ഒരു ന്യായവിധി ഉണ്ടാകുമോ? എനിക്ക് ഈ ജോബോയ് സാറ് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന എല്ലാ സമയത്തും, എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്, എന്താ? ഒരു സ്വർഗം ഉണ്ട്, ഒരു നരകം ഉണ്ട്, ഒരു ന്യായവിധി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മൈക്രോഫോണും ഈ പ്രസംഗപീഠവും നിങ്ങളും ഈ സംവിധാനങ്ങൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതിനേക്കാൾ യാഥാർത്ഥ്യമാണ് ഈ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത്. പൗലോസ്ലീഹ ഗ്രീസിലെ അഥേനക്കുന്നിൻ്റെ നെറുകിൽ നിന്നുകൊണ്ട് നടത്തിയ ചരിത്ര പ്രസിദ്ധമായൊരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് നാം വായിച്ച വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം. അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യം ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ ദൈവം ന്യായവിധിക്കായി നിത്യതയിൽ നിയമിച്ച ആ പുരുഷനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. ഈ ലോകത്തിനൊരു ന്യായവിധി ഉണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമായിരിക്കുന്നത് പോലെ വിശ്വാസിക്കും ഒരു ന്യായവിധി ഉണ്ട്. എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു തെറ്റായ ചിന്ത, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ന്യായവിധി ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പറയട്ടെ, വളരെ തെറ്റായ ഒരു വിശ്വാസമാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയത് ന്യായവിധിയല്ല, അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ശിക്ഷാവിധിയാണ് ദൈവം നീക്കിക്കളഞ്ഞത്. റോമർ 8:1. ഈ ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നു ദൈവത്തിൻ്റെ നിത്യ ശിക്ഷാവിധിക്ക് അധീനരായിരുന്ന മനുഷ്യവർഗം അവരുടെ രക്ഷയ്ക്കായി ദൈവം അയച്ച് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ മേൽ നിന്ന് ദൈവം എടുത്തു മാറ്റുന്നത് ആ ശിക്ഷാവിധിയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവപൈതലും വ്യക്തിപരമായി ന്യായവിധിയുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ആ ന്യായവിധിയുടെ പേരാണ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം അത് കൃത്യമായിട്ടറിയണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ച സമയം മുതൽ ഒരു വിശ്വാസിയുടെ മരണസമയം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ, അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് വ്യക്തിപരമായി ദൈവത്തോട് കണക്ക് പറയുന്ന സമയമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ആ ന്യായവിധിയെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിദ്ര കൊണ്ടവരെയും ക്രിസ്തു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ രക്ഷയുടെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നിട്ട നല്ലവനായ ദൈവം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സ്വർഗത്തിലെ നേക്കും ജീവിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ
നമുക്ക് ലഭിച്ചപ്പോൾ ന്യായവിധി ഉറപ്പ് അവൻ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഈ ലോകത്തിന് നൽകുമ്പോൾ, ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ക്രിസ്തുവിൽ മരിച്ചവരുടെ മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് ദൈവം ഉറപ്പ് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ മരിച്ചവർ അവനോട് കൂടെ ഒരു നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ആ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുന്ന അനേക ദൈവമക്കൾ ഈ കൂട്ടായ്മയുടെ നടുവിലുണ്ട്. അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനും ആ ഭാഗ്യനാളിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരപ്പനാണ്. ഞാൻ അനുഭവങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. അന്നവർക്ക് മഹാസന്തോഷം പകർന്നു നൽകിയ ഒന്നാമത്തെ സന്ദേശം അതാണ്, ജീസസ് ഈസ് ലിവിങ്. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിനി ആമീൻ. ഹല്ലേലൂയ. അന്ന് അവർക്ക് മഹാസന്തോഷമരുളിയ രണ്ടാമത്തെ സന്ദേശം, രണ്ടാമത്തെ സദ്വാർത്ത, അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അന്ന് വേർപാടിൻ്റെ വേദനയുടെ നടുവിലും തുടർന്ന് കടന്നുപോയ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിലും ശിഷ്യന്മാർക്കും വിശ്വാസ സമൂഹത്തിനും മഹാസന്തോഷം പകർന്നരുളിയ ആദ്യ സന്ദേശം, യേശു കർത്താവ് ജീവിക്കുന്നു, ജീസസ് ഈസ് ലിവിങ് എന്നുള്ളതായിരുന്നെങ്കിൽ, അന്നവർക്ക് മഹാസന്തോഷം പകർന്നു നൽകിയ രണ്ടാമത്തെ സന്ദേശം, രണ്ടാമത്തെ സദ്വാർത്ത, ജീസസ് ഈസ് ഗിവിങ്, അവൻ തൻ്റെ ആത്മാവിനെ തങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഇനി ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ക്രൂശീകരണത്തിന് മുമ്പേ കർത്താവ് അവരോടുകൂടെ ഇരുന്നപ്പോൾ ആവർത്തിച്ച് അവർക്കു നൽകിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് കർത്താവ് അവർക്ക് മുൻകൂട്ടി നൽകിയ വാഗ്ദത്തം ഇതാ നിവർത്തിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് അന്ന് ശിഷ്യന്മാർക്ക് മഹാസന്തോഷം നൽകിയ രണ്ടാമത്തെ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അവർക്ക് മാത്രമല്ല, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന, യേശുവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കൊതിയുള്ള ഏതൊരു ദൈവപൈതലിൻ്റെയും ഉള്ളിൽ മഹാസന്തോഷം നൽകുന്ന വചനത്തിൻ്റെ സന്ദേശമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? കർത്താവ് വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ കാര്യസ്ഥനാണ്, ഒരു അഡ്വക്കറ്റാണ്. ഇവൻ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്, ഒരു കമ്പാനിയനാണ്. സകല സത്യത്തിലും നമ്മെ
വഴി നടത്തുന്നവനാണ്, ഒരു കൗൺസിലറാണ്. ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം, ശബ്ദമുഖരിതമായൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന് നടുവിൽ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം, ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന ദൈവപൈതലിനോട് പിന്നിൽ നിന്ന് ഇതാകുന്ന വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് നമ്മോട് പറയുന്ന, അങ്ങനെ നമ്മെ നടത്തുന്ന ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമുക്കിടയിൽ ഇന്ന് ഒത്തിരി ചിന്താക്കുഴപ്പങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുന്ന ഒരു വിഷയമാണിത്, പരിശുദ്ധാത്മ നിറവ്. ജ്ഞാനം കഴിപ്പിക്കുന്ന ശുശ്രൂഷ മാത്രമേ ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം കഴിപ്പിക്കാനുള്ള അധികാരം ഈ ലോകത്തൊരുത്തർക്കും ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് ദൈവം നേരിട്ട് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇന്ന് പകലിലും ആവലോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ കൂടിവരവിൽ വന്നിരിക്കുന്ന ഒരു വിശ്വാസിതിന് നടുവിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിന്നെ ഇതിനകത്ത് ഇവിടെ വെച്ചു നിറയ്ക്കാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെയും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം. ഞാനന്ന് മാനസാന്തരപ്പെട്ട ഒരാളല്ല, രക്ഷിക്കപ്പെട്ട ഒരാളല്ല, ഒരു പ്രാകൃത മനുഷ്യനായി, ഒരു ഹിപ്പിക്കുട്ടനായി, കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ പിടിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലം. ഞാനന്ന് കോഴഞ്ചേരിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി നോക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് തിരുവല്ലയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. കോഴഞ്ചേരിയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ, അന്ന് കോഴഞ്ചേരി തിരുവല്ല റൂട്ടിൻ്റെ മോണോപ്പൊളി ആയിരുന്നല്ലോ അച്ചൻസ് ട്രാവൽസ്, കുന്നിൽ മോട്ടോഴ്സ്. അവരുടെ ഒരു തിരുവല്ല കോഴഞ്ചേരി ബസ് കോഴഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കയറി ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നു. വണ്ടി അവിടെ നിന്ന് കുറച്ച് യാത്രക്കാരുമായിട്ട് പുറപ്പെട്ടു. ഞാനിങ്ങനെ പുറം കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആ യാത്ര നന്നായി എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുമ്പനാട് ജംഗ്ഷൻ അങ്ങോട്ട് കഴിഞ്ഞെത്തി എരവേരിക്ക് മുമ്പായി പൊയ്യേപ്പടിക്കും തൊട്ട് മുമ്പ് കല്ലുമാലി ഇറക്കം കഴിയുമ്പോൾ അവിടെ സാധാരണ അത്ര ആളുകളൊന്നും കയറുന്നില്ല. അന്ന് അവിടുന്ന് ധാരാളം ആളുകൾ ആ ബസ്സിലേക്ക് കയറി. മിക്കവരും ശുഭ്രവസ്ത്രധാരികളാണ്, എല്ലാവരുടെ കയ്യിലും വേദപുസ്തകമുണ്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് ഈ സിബുള്ള ബൈബിളൊന്നും ഇല്ല. ദൈവവചനം അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആവേശത്തോടെ അവിടെ നിന്ന് അവരെല്ലാവരും ഈ ബസ്സിലേക്ക്, കാഴ്ചയിൽ തന്നെ എവിടെ നിന്നോ കൂട്ടായ്മ കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് വരുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ കൂട്ടർ ബസ്സിനകത്തോട്ട് കയറി കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്ത് വണ്ടി മുന്നോട്ട് നീങ്ങിയതും ഇവർ ഈ ബസ്സിനകത്ത് അങ്ങ് പാട്ട് പാടാൻ തുടങ്ങി. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ, തകർത്തു പാടുകയാണ്. അപ്പോൾ എനിക്കിതാകപ്പാടെ അങ്ങ് അലോസരമായിട്ട് അരോചകമായിട്ട് തോന്നി. കാരണം അതുവരെ പുറംകാഴ്ചകളൊക്കെ കണ്ട് യാത്ര നന്നായി ആസ്വദിച്ചിരുന്ന എൻ്റെ ഈ ആസ്വാദനത്തിനെല്ലാം ഇതൊരു വല്ലാത്ത ശല്യമായി. ആകപ്പാടെ മുഷിഞ്ഞ് ഞാൻ ആ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക. ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു. മഞ്ചാടി കഴിഞ്ഞ് അല്പം മുമ്പോട്ട് നീങ്ങിയതും ബസ്സിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് അവ്യക്തമായ ചില ശബ്ദ കോലാഹലങ്ങൾ ഒക്കെ കേൾക്കുന്നു. ഡ്രൈവർ ബസ് റോഡിൻ്റെ സൈഡ് ഒതുക്കി നിർത്തുന്നു. ഒത്തിരി പേർ നിന്ന് യാത്രക്കാരെല്ലാവരും റോഡിലേക്ക് ഇറങ്ങി. ഈ കല്ലുമാലിയിൽ നിന്ന് കയറിയ കുറേ പേരും ആ കൂട്ടത്തിൽ താഴെ ഇറങ്ങി. ഞാൻ സൈഡ് സീറ്റ് തന്നെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്താ സംഭവമൊന്നും മനസ്സിലാകുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്താണ് ശബ്ദമുണ്ടായിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ആരോ സ്ത്രീകൾ ആരുടെയോ മാല പറിക്കുകയോ പേഴ്സ് മോഷ്ടിക്കുകയോ ചെയ്തിരിക്കുന്നു, പ്രശ്നമായി, ഇനി പോലീസ് വരണം. യാത്ര ഇവിടെ കൊണ്ട് മിക്കവാറും ഇവിടുന്ന് വെച്ച് പിടിച്ച് തിരുവല്ല വരെ ഇനി നടക്കണം. കുറേ നേരം ഇരുന്നിട്ടും ബസ് നീങ്ങുന്നില്ല. ഞാൻ മെല്ലെ ബസ്സിൽ നിന്നിറങ്ങി. നിൽക്കുന്ന പലരോടും തിരക്കി, എന്താ സംഭവം, എന്താ ഉണ്ടായത്. അങ്ങനെ ചോദിച്ച് കല്ലുമാലിൽ നിന്ന് കയറിയ ഒരു സഹോദരനോട് ചോദിച്ചു, എന്താ പ്രശ്നം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾ ഈ നെല്ലിമല എന്ന നമുക്കടുത്ത സ്ഥലമാണല്ലോ നെല്ലിമല.
അവിടെ നടന്ന 3 ദിവസത്തെ ഉപവാസ കൂട്ടായ്മയിൽ സംബന്ധിച്ച് മടങ്ങുന്ന കുറ്റൂർ ഭാഗത്ത് നിന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച് മടങ്ങുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ്. അപ്പോൾ 3 ദിവസം അവിടെ താമസിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് ബലപ്പെട്ട് ഈ കൂട്ടർ മടങ്ങുമ്പോഴും ബസ്സിൽ അവർ ആരാധന തുടരുകയാണ്. ഈ കൂട്ടത്തിലൊരു സഹോദരി 3 ദിവസം ഇവർ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ചൊരു അനുഭവം ഒന്നും ലഭിക്കാതെ മനപ്രയാസത്തോടെ അവളും ഈ ബസ്സിൽ ഈ കൂട്ടുവിശ്വാസികൾക്കൊപ്പം കയറിയിട്ടുണ്ട്. അവൾക്കിരിക്കാൻ സീറ്റ് കിട്ടിയ സീറ്റിലിരുന്ന് എല്ലാവരും പാടി ആരാധിക്കുമ്പോൾ അവളിങ്ങനെ ദൈവത്തോട് സങ്കടം പറയുകയാണ്. ദൈവമേ, ഞാൻ ഒത്തിരി കൊതിയോടെയാണല്ലോ പോയത്. കൂടെ വന്ന കൂട്ടുവിശ്വാസികളെയൊക്കെ നീ നിറച്ചു, ഞാൻ മാത്രം ഒഴിഞ്ഞവളായി തന്നെ മടങ്ങിപ്പോകുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് സ്വർഗവുമായിട്ടുള്ള അവളുടെ ജീവിതത്തിൻ്റെ ആ ട്യൂണിങ് അതിൻ്റെ പ്രോപ്പർ ചാനലിലായി. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ആ ബസ്സിനുള്ളിലേക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചിരുന്ന പാവപ്പെട്ട ദൈവപൈതലിനെ ആ ബസ്സിനകത്ത് വെച്ചങ്ങ് നിറച്ചു. അവൾ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ഇരിക്കുന്നത് ഒരു ബസ്സിലാണെന്നോ, ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നോ, ഇതേ മറ്റ് യാത്രക്കാരുണ്ടെന്നോ എല്ലാം അവൾ മറന്നു. തന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ ശക്തിയിൽ അവൾ അന്യഭാഷകൾ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവളിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ ശക്തി അവിടെ പാടി ആരാധിച്ചു കൊണ്ടിരുന്ന കൂട്ടുവിശ്വാസികളിലേക്ക് ഒരു കാട്ടുതീ പോലെ കത്തിപ്പടർന്നു. ആ ബസ് ഒരാരാധനാലയമായി മാറ്റപ്പെട്ടു. ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച ദൈവമക്കളുടെ ആ ആരാധനയാണ് ഗുണപ്പെടാത്ത എനിക്ക് അരോചകമായും അലോസരമായും ഒക്കെ തോന്നിയത്. ഇന്ന് പകലിൽ ഇതൊരു സെക്കൻഡ് ഹാൻഡ് കഥയല്ല, നേരിട്ട് കണ്ട സംഭവമാണ്. ഞാനൊന്ന് പറയട്ടെ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ദൈവപൈതലിനെ നിറക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകലിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ ഹൃദയം കാണുന്നവനുണ്ട്. അവൻ നിന്നെ നിറക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ! ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം. ഒരു പുത്തൻ അനുഭവത്തോടെ അഭിഷേകത്തോടെ നിന്നെ ഇവിടെ നിന്ന് മടക്കിയേക്കാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ! ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അന്നവർക്ക് മഹാസന്തോഷം നൽകിയ 3-ാമത്തെ സന്ദേശം, 3-ാമത്തെ സദ്വാർത്ത, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർക്കൊന്ന് മഹാസന്തോഷം അരുളിയ 1-ാമത്തെ സദ്വാർത്ത, ജീസസ് ഈസ് ലിവിങ്, യേശു കർത്താവ് ജീവിക്കുന്നു. 2-ാമത്തെ സന്ദേശം, ജീസസ് ഈസ് ഗിവിങ്, അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. അവർക്കൊന്ന് മഹാസന്തോഷം പകർന്നരുളിയ 3-ാമത്തെ സന്ദേശം, 3-ാമത്തെ സദ്വാർത്ത, ജീസസ് ഈസ് കമ്മിങ്, യേശു കർത്താവ് വരുന്നു എന്നുള്ള വാർത്തയാണ്. ഹല്ലേലൂയ! യേശു കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ! യേശു കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയ! ഇത് ദൈവവചനം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന വളരെ തെളിഞ്ഞ ഒരു സത്യമാണ്. ഞാൻ ആ സംഭവത്തെ പരാമർശിക്കാനേ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജോബോയ് സാർ പറഞ്ഞു, യേശു കർത്താവിൻ്റെ വരവിൻ്റെ 2 ആമുഖങ്ങൾ. 1-ാമത്തേത് രഹസ്യവരവ്, പിന്നത്തേത് പരസ്യവരവ്. 1-ാമത്തേത് മേഘപ്രത്യക്ഷത, 2-ാമത്തേത് മഹത്വ പ്രത്യക്ഷത. 1-ാമത്തേത് താൻ രക്തം വില കൊടുത്തു സമ്പാദിച്ച തൻ്റെ വിശുദ്ധർക്കായുള്ള അവൻ്റെ ആകാശമേഘങ്ങളിലെ പ്രത്യക്ഷത. 2-ാമത്തേത്
ചേർക്കപ്പെട്ട വിശുദ്ധരുമായുള്ള ഈ ഭൂമിയിലേക്കുള്ള അവൻ്റെ മടങ്ങിവരവ്. ഹല്ലേലൂയ. ഇതിലാദ്യമേ സംഭവിക്കാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ വരവാണ്. അവൻ്റെ രഹസ്യ പ്രത്യക്ഷതയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പരസ്യ വരവിലേക്കാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ രഹസ്യ വരവ് സംബന്ധിച്ച്, അവൻ്റെ മേഘപ്രത്യക്ഷത സംബന്ധിച്ച്, സഭയ്ക്കായുള്ള അവൻ്റെ പുനരാഗമനം സംബന്ധിച്ച് യാതൊരടയാളങ്ങളും വചനത്തിൽ പറഞ്ഞിട്ടില്ല. അത് എപ്പോൾ വേണമെങ്കിലും ഏതു നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് വചനം പറയുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇത് ഒത്തിരി നാളുകളായി ഇങ്ങനെ കേട്ട് നമുക്ക് അതിൻ്റെ മുമ്പിൽ ഒരു ഗൗരവമില്ലാതൊരു നിസ്സംഗതയോടെ, ലാഘവത്തോടെ ആണ് നാം ഈ സംഭവത്തെ പലപ്പോഴും സമീപിക്കാറുള്ളത്. ഏതു സമയത്തും എൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും രോഗങ്ങളും പീഡകളും ഇതെല്ലാം അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിലേക്ക് വിരൽ ചൂണ്ടുന്ന മുൻ അടയാളങ്ങൾ മാത്രമാണ്. എന്നാൽ യാതൊരടയാളങ്ങളുമില്ലാതെ സംഭവിക്കാൻ പോകുന്ന ഒരു മഹാസംഭവമാണ് എൻ്റെ കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷത. അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ മഹാസംഭവത്തിൽ പ്രത്യാശയുടെ കണ്ണുറപ്പിച്ച് ജീവിച്ചു പോകുന്ന നിങ്ങളുടെ ഒരു കൂടപ്പറപ്പാണ്, ഒരു കൂട്ടു സഹോദരനാണ് ഞാൻ. വേർപാടിൻ്റെ വേദന അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ആഴം എന്താണ് എന്നറിയുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മെ യാത്രയാക്കേണ്ടവരെ നാം യാത്രയാക്കേണ്ടി വരിക. എത്ര കഠിനമായ ഒരനുഭവമാണിത്. പ്രിയപ്പെട്ട റോയി പറഞ്ഞല്ലോ, കുവൈറ്റിൽ മരിച്ചവർ മിക്കവരും 1-2 പേരൊഴികെ എല്ലാവരും 35 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. മർത്തോമ സഭയിൽ ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനാണ് പുനലൂരിൽ നെരിക്കലിൽ മരിച്ച സാജൻ. 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുവൈറ്റിൽ ചെന്നിട്ട്. ആദ്യം ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം അപ്പന് അയച്ചു കൊടുത്തു. കടന്നു പോകുന്നവർക്കേ ആ വേദനയുടെ ആഴമറിയത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇത് കേവലം ഒരു വാർത്തയായോ സംഭവമായോ ഒക്കെ മാത്രമേ അനുഭവപ്പെടൂ എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. ഇന്ന് വാസ്തവത്തിൽ ഫേസ്ബുക്കിൽ ഒരു ലൈവ് കണ്ടപ്പോൾ ആ ലൈവ് എടുത്തവനെ ആ നാട്ടുകാർ കൈകാര്യം ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഈ 29 വയസ്സ് പ്രായമുള്ള സാജൻ്റെ നിര്യാണ വാർത്ത ഇന്നലെയാണ് ആ പെറ്റ തള്ളയെ അറിഞ്ഞത്. അതുവരെ ഈ സംഭവം അവരുടെ മുമ്പിൽ മറച്ചു വെച്ചു. ഒടുവിലൊരു വിധത്തിൽ കുഞ്ഞിനില്ല, മരിച്ചു എന്നറിയിച്ചു. പെറ്റതള്ള വാവിട്ട് കരയുമ്പോൾ അത് ലൈവ്. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ ഈ കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ തന്ന് ഉയർത്തെഴുന്നേറ്റവനോട് നാം ഒന്നിച്ചു ചേരുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം
ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും, അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. കാഹളം ധ്വനിക്കും, മരിച്ചവർ രക്ഷകരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇന്ന് പകൽ അവൻ്റെ കരങ്ങൾ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കായി ജീവിക്കുന്ന കർത്താവിന് വേണ്ടി നമുക്കും ജീവിക്കാം. അവൻ്റെ ആത്മാവിൻ്റെ നിറവിൽ അവനെ നമുക്ക് സേവിക്കാം. നമ്മെ ചേർക്കാൻ മടങ്ങി വരുന്ന കർത്താവിനായി വിശുദ്ധിയോടെ നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം.